നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു പൂർണിമയെ ഫോൺ വിളിച്ചു വെച്ചപ്പോ പല്ലവി വെച്ചു, എന്തിനാ സേതു ഏട്ടാ പൂർണിമയുടെ കള്ളത്തരം പറഞ്ഞേ? ലക്ഷ്മി അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോ ചേർത്ത് പിടിച്ചെന്നും അതുപോലെ തന്നെ മോനേന്ന് വിളിച്ചെന്നൊക്കെ കള്ളത്തരം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് കേട്ടപ്പോ സേതു പറഞ്ഞു, അതെന്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ പറഞ്ഞ പല്ലവി, എന്റെ മനസ്സിന്റെ ആഗ്രഹം അതൊക്കെ തന്നെയായിരുന്നു. ഈ സമയത്ത് പൂർണിമ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അപ്പോഴേക്ക് സ്വാതി വന്നിട്ട് പറഞ്ഞു, അമ്മ ഇത് എന്ത് ഇരിപ്പായിരിക്കുന്നേ? അമ്മയ്ക്ക് കഴിക്കാനൊന്നും വേണ്ടേ? എഴുന്നേറ്റ് വരാൻ പറയണ. എനിക്കിപ്പോ വേണ്ട, സേതു ഇങ്ങോട്ടേക്ക് വരട്ടെ. അമ്മേ, അവര് വന്നിട്ട് എപ്പ കഴിക്കാനാ? അവര് വന്നിട്ട് മതി എന്നും പറഞ്ഞിട്ട് പൂർണിമ അവിടെ ഇരിക്കുന്ന സമയത്താണ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോ പൂർണിമ ഭയങ്കര സന്തോഷത്തോട് ചെന്നിട്ട് ചോദിച്ചു, എന്താണ് സേതു, നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കുന്നേ? അമ്മയെ കാണാൻ പോയിട്ട് കണ്ടോ? ലക്ഷ്മിയെ കണ്ടോ? അവൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സേതു ഒന്നും മിണ്ടിയില്ല. പൂർണിമ പറഞ്ഞു, ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? ഇനി എന്നാ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നേ എന്ന് ചോദിക്കുക. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോ സേതു പെട്ടെന്ന് പൂർണിമയുടെ അടുത്തേക്ക് വന്നിട്ട് പൂർണിമയെ കെട്ടിപ്പിടിച്ച് കരയാണ്. എടാ, എന്താണ് സേതു, നീ എന്തിനെ കരയണേ? പക്ഷേങ്കില് സേതുവിന് സങ്കടം അടക്കാൻ പറ്റില്ല. ഇത്ര സമയം മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വിഷമം, തളം കെട്ടി നിന്ന വിഷമം ഒറ്റ നിമിഷം കൊണ്ട് സേതു അങ്ങോട്ട് കരഞ്ഞു തീർക്കുകയാണ്. ആ സമയം പൂർണ്ണം പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, നീ ഒരിടത്തേക്കും പോകണ്ട, നിനക്ക് വിഷമമായി ഞാൻ അങ്ങനെ പറഞ്ഞത്, നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞല്ല, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ മോനെ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു ആണെങ്കിൽ ഒന്നും പറയുന്നില്ല. പൂർണ്ണമ്മ ചോദിക്കുന്നുണ്ട്, എന്താ സേതു സംഭവിച്ചേ? അമ്മയെ കാണാൻ പോയിട്ട് അമ്മ നിന്നോടൊന്നും മിണ്ടിയില്ലേ? അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ആ സമയം പല്ലവിയാണ് പറഞ്ഞത്, പൊന്നമ്മേ, ശരിക്കും പറഞ്ഞ ലക്ഷ്മി അമ്മയെ കണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ലാന്ന് പറയണേ. അതെ, പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ടിഞ്ഞപ്പോ പൂർണ്ണിമയ്ക്ക് ഭയങ്കര സങ്കടമായി. പൂർണ്ണം പറഞ്ഞു, നീ എന്തിനാ സേതു വിഷമിക്കണേ? നീ എന്റെ മോനല്ലേ, നിനക്ക് ഞാനില്ലേന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മ മാത്രം മതി, എനിക്ക് ഈ അമ്മ മതി, എനിക്ക് വേറൊരമ്മ വേണ്ട, എൻ്റെ അമ്മ പൂർണ്ണാമ്മയാണ്, എനിക്ക് അമ്മയെ മാത്രം മതി എന്ന് പറയാം. അതോടെ കേട്ടുകഴിഞ്ഞപ്പോൾ പൂർണ്ണിമയ്ക്കും ഭയങ്കര വിഷമായി. കാരണം പെറ്റമ്മയല്ല പോറ്റമ്മയാണോ വലുതെന്ന് സേതുവിന് ഇപ്പൊ തോന്നുവാണ്. കാരണം പെറ്റമ്മ കണ്ടു കഴിഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞു. അത് സേതുവിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ആ സമയത്ത് ലക്ഷ്മി വല്ലാത്ത വിഷമത്തിലിരിക്കുക. സേതു കൊണ്ടേ കൊടുത്ത് സാരി എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുവാണ്. എന്ത് ചെയ്യാൻ പറ്റും? അവനെ ഒന്ന് മോനേന്ന് വിളിക്കാൻ പോലും തനിക്ക് സാധിച്ചില്ല. പാവം വളരെ വിഷമിച്ചാ വന്നിട്ട് പോയത്. അതൊക്കെ ഓർത്തപ്പോൾ ലക്ഷ്മിക്ക് സങ്കടം. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവൻ കല്യാണത്തിന് ക്ഷണിച്ചു, പക്ഷെ തനിക്ക് പോകാൻ പറ്റുമോ? തൻ്റെ മകനാണ്, താൻ ജീവനത്തിലേ സ്നേഹിച്ച തൻ്റെ മകന്. പിന്നീട് ലക്ഷ്മി എന്ത് ചെയ്യുക, ആ സാരി അതങ്ങോട്ട് ഉടുത്തോണ്ടൊക്കെ വന്ന് കണ്ണാടിക്ക് മുന്നിൽ നോക്കുകയാണ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. തൻ്റെ മകൻ തനിക്കായിട്ട് ആദ്യമായിട്ട് വാങ്ങി തന്ന സാരി അത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശൈലജ അങ്ങോട്ടേക്ക് വരുന്നേ. ശൈലജ വന്നിട്ട് ചോദിച്ചു, അല്ല ലക്ഷ്മി ഇത് എവിടെയെങ്കിലും പോകുവാണെന്ന് ചോദിക്കാം. ഇല്ല. അല്ല, സാരിയൊക്കെ കൊടുത്ത് അണിഞ്ഞൊരുക്കി നിൽക്കുന്ന കണ്ട് ചോദിച്ചാ. അല്ല, ഇതെന്താ പുതിയ സാരിയാണോ? അത് പിന്നെ അലമാരിക്കകത്ത് ഉടുക്കാത്തിരുന്ന സാരിയാ, ഞാൻ വെറുതെ എടുത്ത് ഉടുത്ത് നോക്കിയത്. അണിഞ്ഞൊരുങ്ങി ഇരുന്നാ മതിയല്ലോ. അല്ല, ശൈലജ എപ്പോഴാ വന്നേ? ഞാൻ ഇത്ര സമയമായുള്ളൂ വന്നിട്ട്. അതെ, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഉണ്ടെങ്കിൽ വന്ന് എടുത്തു തരാൻ പറയാണ്. അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ എടുത്തു തരാം, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് എടുത്തു തരാം. ഏത് സമയത്താണോ എന്തോ ചേട്ടൻ ഇതുപോലത്തെ ഒന്നത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയത്, ജാതകദോഷം എന്നൊക്കെ പിറുപുറത്ത് ശൈലജ അങ്ങോട്ട് പോവാണ്. ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ ലക്ഷ്മി അതൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലക്ഷ്മിയുടെ മനസ്സ് നിറയും സേതുമാധവനായിരുന്നു. പിന്നീട് പൂർണിമ എല്ലാവരെയും കൂടെ ഹാളിലേക്ക് വിളിപ്പിക്കുകയാണ്. പിന്നീട് പൂർണിമ പറഞ്ഞു, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എല്ലാവരോടും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹൃദയിച്ചു, അതെന്താമ്മേ? അതൊക്കെ ഉണ്ട്. അപ്പോഴേക്കും സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഇന്ദ്രൻ പറഞ്ഞു, സന്തോഷ വാർത്ത എന്താന്ന് മനസ്സിലായി. എന്ത്? അല്ല, എനിക്ക് ഋതുവിനോട് കുഞ്ഞു പിറക്കാൻ പോലെ, അതായിരിക്കും സന്തോഷം. അതല്ല, ഇവിടെ അടുത്തൊരു മംഗളകാര്യം നടക്കാൻ പോവാ. അതല്ലേ ഞാൻ പറഞ്ഞേ, ഞങ്ങൾക്ക് കുഞ്ഞു പിറക്കാൻ പോന്നു. ഒരു പക്ഷേങ്കിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്തേലും സർപ്രൈസ് തരാനായിരിക്കും. ചിലപ്പോൾ അമ്മ പോയി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു തൊട്ടിൽ കണ്ടു വെച്ചിട്ടുണ്ടായിരിക്കും, കൊത്തുപണികളോട് കൂടി. അതല്ലേ സർപ്രൈസ്. അത് കേട്ടപ്പം പൂർണ്ണി പറഞ്ഞു, അതൊന്നും അല്ല സർപ്രൈസ്. പിന്നെന്താ? ഇവിടെ ഒരു മംഗളകാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം എന്ന് പറയാണ്. വിവാഹമോ എന്ന് ഇന്ദ്രൻ ചോദിക്കുക. അപ്പോഴേക്ക് സ്വാതി പറഞ്ഞു, മനസ്സിലായി, സേതുവിന്റെ പല്ലവിയുടെയും വിവാഹമല്ലേ? അതെ, സേതുവിന്റെ പല്ലവിയുടെയും വിവാഹം അതുടനെ നടക്കണം. തലയിലൊരു കൂടം കൊണ്ട് അടിച്ചൊരവസ്ഥയായിപ്പോ ഇന്ദ്രന്. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമേ, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണം, അതിനിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. സേതുവും പല്ലവിയും പരസ്പരം നോക്കുകയാണ്. പിന്നീട് സേതു ഇന്ദ്രനെ ഒരു നോട്ടം നോക്കി, അതുപോലെ തന്നെ പല്ലവി. ഇന്ദ്രന് ആകെപ്പാടെ നാണക്കേടായിപ്പോയി.
ഇന്ദ്രന് ഒരിക്കലും ഈ വിവാഹം നടക്കരുതെന്ന് കരുതിയിട്ടിരിക്കുന്നതല്ലേ. അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവ വികാസം. പിന്നീട് ഇന്ദ്രൻ മുറിയിലേക്ക് എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഋതുവിന്റെ കഴുത്തിൽ താലി ആർത്തിയത്, അവളെ പ്രഗ്നന്റ് ആക്കിയത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു. എന്നിട്ട് ഇപ്പൊ ആണ്ടെ വിവാഹം നടക്കാൻ പോകുന്നു. ഇതൊരിക്കലും സമ്മതിച്ചുകൂടാ. അപ്പോഴേക്ക് ഋതു അങ്ങോട്ടേക്ക് വന്നു. ഋതു എന്നിട്ട് എന്താ ചിത്ത എന്താ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? എന്തു പറ്റി? എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ദിരത്ത് പറഞ്ഞു, ഈ വിവാഹം നടക്കാൻ പാടില്ല. നടക്കാൻ പാടില്ലെന്നോ? ആരുടെ? പല്ലവിയുടെ സേതുവേണ്ട. അതൊക്കെ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നടക്കും. നടക്കാതിരിക്കില്ല ജിത്തെ. ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കേണ്ട വിവാഹം അല്ല. ഇപ്പൊ ജിത്തിന് എന്താ കുഴപ്പമിരിക്കുന്നേ? ജിത്ത് മുമ്പേ തമ്മിൽ വിവാഹം നടക്കുന്ന സമയത്ത് അവരുടെ വിവാഹം ഉണ്ടായിരുന്നല്ലോ, അന്ന് മാറ്റിവെച്ചു. ജിത്തിന്റെ ബന്ധുക്കാരൊക്കെ വരുമ്പോൾ പരാതി പറയുമെന്നും പറഞ്ഞ്. പക്ഷെ ഇപ്പൊ എന്താ കുഴപ്പമിരിക്കണേ? ഇപ്പൊ അവരുടെ വിവാഹം സെപ്പറേറ്റ് ആയിട്ടല്ലേ നടത്തുന്നേ. പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നേ? അതല്ല ഋതു. എന്താ ജിത്തെ കാര്യം എന്താ വെച്ചാ പറ. കാര്യം വേറൊന്നുമല്ല. ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പല്ലവി എന്താ വിളിക്കണ്ടേ? നിന്റെ ചേട്ടന്റെ ഭാര്യയല്ലേ, അപ്പൊ എനിക്ക് ഏട്ടത്തിയമ്മയല്ലേ എന്ന് ചോദിക്കുക. എന്റെ ഭാര്യയായിരുന്നവളാ ഈ പറയുന്ന പല്ലവി. അവളെ ഞാൻ ഏട്ടത്തിയമ്മയെന്ന് കയറി വിളിക്കുന്നേ. എനിക്കോ താങ്ങാൻ പറ്റില്ല. അപ്പാണ് ഋതു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നീട് ഇന്ദ്രമൽ, നിനക്ക് വേണ്ടിയിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഭർത്താവല്ലേ ഞാൻ. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ട് നിൽക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഋതു, നീ ഈ വിവാഹം എങ്ങനെയും മുടക്കണം. ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ വഴിയുള്ളൂ. ഋതു പറഞ്ഞു, വിവാഹം മുടക്കാനൊന്നും പറ്റില്ല. പല്ലവിയും സേതുവേട്ടനും ഇവിടെ കാണാൻ പാടില്ല. അതല്ലേ ഉള്ളൂ. അവർ ഈ വീട്ടിൽ കാണത്തില്ല കല്യാണം കഴിഞ്ഞാലും. അത് വേണമെങ്കിൽ ഞാൻ ഉറപ്പുവരാം, അവരെ ഈ വീട്ടിൽ നിന്ന് മാറ്റാം. അത് കേട്ടതും ഇന്ദ്രനൊന്ന് ആലോചിച്ചു. പിന്നീട് ഇന്ദ്രൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് അച്ചു പൂർണ്ണിമയോട് സംസാരിച്ചോണ്ടിരിക്കുക. അച്ചു പറഞ്ഞു, നല്ല ഗംഭീരമായിട്ട് തന്നെ വേണം സേതുവേട്ടന്റെ വിവാഹം നടത്താനായിട്ട്. ഒന്നിനൊരു കുറവും വരുത്തില്ല. പൂർണ്ണിമ പറഞ്ഞു, അത് ശരിയാ, അത് ഞാനും ആലോചിച്ച കാര്യമാണ്. കാരണം ഇവിടെ ആകെപ്പെട്ട ഒരു ആനന്ദരിയല്ലേ ഉള്ളൂ. അവന്റെ വിവാഹമല്ലേ നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ പെങ്ങന്മാരെ അത്ര ജീവന തുല്യം സ്നേഹിക്കുന്ന ചേട്ടനാ. അപ്പൊ അവന്റെ വിവാഹം നിങ്ങൾ പെങ്ങന്മാരെല്ലാരും കൂടെ കൂടിയിട്ട് അത് ഗംഭീരമായിട്ട് നടത്തണം എന്ന് പൂർണ്ണിമ പറയാം. അപ്പോഴേക്കാണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത്. ഋതു വന്നിട്ട് പറഞ്ഞു, അമ്മേ, ഈ കല്യാണം നടക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കല്യാണം നടന്നു കഴിഞ്ഞാൽ സേതുവേട്ടനും പല്ലവി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇത് കേട്ട പൂർണ്ണിമ വെച്ചു, നീ എന്താ ഋതു പറയണമെന്ന് ചോദിക്കാം. അച്ചു പറഞ്ഞു, ഇവൾക്ക് ഭ്രാന്ത അല്ല എന്താ. അതെ, ഈ വീട്ടിൽ നിൽക്കണോ നിൽക്കണോ തീരുമാനിക്കും നീയല്ല, മനസ്സിലായോ? അവൾ പുതിയ കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പം ഋതു പറഞ്ഞു, അമ്മേ, ഞാൻ പറയുന്നൊന്നും അമ്മ കേൾക്ക്. ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അവരിവിടെ നിൽക്കാൻ പാടില്ല. നീ എന്തിനാ ഋതു ഇങ്ങനെയൊക്കെ പറയണേ? അമ്മേ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ പല്ലവി ഏട്ടത്തിയമ്മയെന്ന് വിളിക്കേണ്ടി വരില്ലേ ജിത്തിനത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഞാൻ നോക്കിയപ്പോൾ ശരിയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരിവിടെ നിർത്താൻ പാടില്ല. അത് കേട്ടപ്പോൾ പൂർണ്ണിമ പറഞ്ഞു, ഋതു നീ പോവാൻ നോക്ക്. എന്താണെങ്കിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞാൽ സേതുവും പല്ലവി ഇവിടെ തന്നെ ആയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അവള് പുതിയ കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നു. അവളുടെ ഭർത്താവിന് വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ട്. നാണമില്ലേ ഋതു നിനക്ക് ഇങ്ങനെയൊക്കെ? നിന്റെ കാര്യമെല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ അവിടെ തലയിടാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് അച്ചു ചീത്ത പറഞ്ഞു വിടുവാണ് ഋതുവിനെ. ഋതു നന്നായിട്ട് നാണം കിട്ടുപോയി. ഋതു അറ്റ കൈക്ക് പിന്നീട് പല്ലവിയെ കാണാൻ ചെല്ലുവാണ്. പല്ലവിയെ കണ്ടു പല്ലവിയോട് പറഞ്ഞു, പല്ലവി, ഞാൻ പറഞ്ഞോ കേട്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊന്നുമടത്ത് നിൽക്കാൻ പാടില്ല. എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, ഋതു, ഒരു കാര്യം ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞ് ഞാനും സേതുവേട്ടനും വേറെ ഒരിടത്തേക്കും പോകത്തില്ല. പൊന്നുമടത്ത് തന്നെ കാണും. അതിനിപ്പം മാറ്റം ഉണ്ടാകത്തില്ല. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, എന്താ പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ എടുത്ത് പിടിക്കുകയാണ് പല്ലവിയുടെ. ഈ സമയത്ത് പല്ലവി ആ കൈ കൂടെ വലിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതെ, ഇന്ദ്രന് വേണ്ടിയിട്ട് ഞാനും സേതുവേട്ടനും ആ വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കില്ല. അതിന് വെച്ച വെള്ളം നീ കൂടെ വാങ്ങി വെച്ചാൽ മതി എന്ന് പറയാ. ഋതു ഞെട്ടിപ്പോയി. ഋതു ഒരിക്കലും പ്രതീക്ഷയല്ല ഇങ്ങനെയൊരു ടെസ്റ്റ്. പല്ലവിയോട് താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവി എന്തും അനുസരിക്കുന്ന കരുതി ഇരുന്നാണ്. പക്ഷെ പല്ലവിക്കറിയാം ഇതെല്ലാം ഇന്ദ്രന്റെ കളികളാണ്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു.